ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേട് കേസിൽ സ്ഥാപനത്തിലെ ജീവനക്കാരികളായ വിനീത, രാധാകുമാരി എന്നിവർ കീഴടങ്ങി. തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് കീഴടങ്ങിയത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. വിവരങ്ങളുമായി മാനസ ചേരുന്നുണ്ട്. മാനസ, എപ്പോഴാണ് ഇവർ കീഴടങ്ങിയത്? എന്താണ് മറ്റു വിവരങ്ങൾ? സിജു, അല്പസമയത്തിന് മുൻപാണ് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഈ സ്ഥാപനത്തിലെ രണ്ട് ജീവനക്കാരികളായ വിനീത, രാധാകുമാരി എന്നിവർ കീഴടങ്ങിയത്. തിരുവനന്തപുരത്ത് തന്നെയാണ് കീഴടങ്ങിയത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇവർ ഒളിവിലായിരുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്നും ലഭിച്ച അറിയിപ്പ് എന്ന് പറയുന്നത്. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ദിയ കൃഷ്ണകുമാറിന്റെ സ്ഥാപനത്തിലെ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 3 ജീവനക്കാരികൾക്കെതിരെ കേസ് എടുത്തിരുന്നു. അതിൽ ഒരു ജീവനക്കാരി ഹൈക്കോടതിയെ സമീപിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ജീവനക്കാരി നിലവിൽ കീഴടങ്ങിയിട്ടില്ല എന്നതാണ് മനസ്സിലാകുന്നത്. മറ്റ് 2 പേരാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുന്നത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയിരുന്നു. ഇത്തരത്തിൽ ഈ ദിയ കൃഷ്ണയുടെ ഓൺലൈൻ സ്ഥാപനമായ OYOC എന്ന സ്ഥാപനത്തിൽ നിന്നും ഇവർ സാമ്പത്തിക ക്രമക്കേട് നടത്തിയതായാണ് പരാതി ഉയർന്നിരുന്നത്. അതോടൊപ്പം തന്നെ ജീവനക്കാരികളും ദിയ കൃഷ്ണക്കെതിരെയും ദിയ കൃഷ്ണയുടെ അച്ഛൻ കൃഷ്ണകുമാറിനെതിരെയും പരാതി നൽകിയിരുന്നു. ആ കേസുകളൊക്കെയും തന്നെ നടന്നു വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ജീവനക്കാരികൾക്കെതിരെ ദിയ കൃഷ്ണ ആരോപിച്ചിരുന്നത് ഈ ജീവനക്കാർ 66 ലക്ഷത്തോളം രൂപ ജിപേ വഴി അടക്കം കൈമാറിയിട്ടുണ്ട്. ആ തെളിവുകൾ ഉണ്ട് എന്നാണ് പറയുകയും ചെയ്തത്. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അത് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇത്തരത്തിൽ പണ കൈമാറ്റം നടന്നിട്ടുണ്ടോ? അതുതന്നെയാണ് ഈ ജീവനക്കാരികൾക്കെതിരെ ഉയർന്ന പരാതിയിൽ ജീവനക്കാരികൾക്ക് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചില്ല. എന്നാൽ ദിയ കൃഷ്ണ ഉന്നയിച്ച പരാതിയിൽ ദിയ കൃഷ്ണയ്ക്ക് മതിയായ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് ഹാജരാക്കുകയും ചെയ്തു. ജീവനക്കാരികൾ തെറ്റ് ചെയ്തു എന്ന കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം, എപ്പോൾ വിളിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം എന്ന നിർദ്ദേശം ഈ പ്രതികൾക്ക് മുന്നിൽ വെച്ചിരുന്നത്. എന്നാൽ ഈ ജീവനക്കാരികൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായിരുന്നില്ല. ഒളിവിൽ പോയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ അവരെ കണ്ടെത്തുന്നതിനിടയിലാണ് ഈ 2 പ്രതികൾ സ്വമേധയാ ഈ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങിയിരിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ 69 ലക്ഷത്തിലധികം തുക സ്ഥാപനത്തിൽ നിന്നും ജീവനക്കാരികൾ തട്ടിയെടുത്തു എന്ന് തന്നെയാണ് ദിയ കൃഷ്ണയുടെ പരാതി. അതുമായി ബന്ധപ്പെട്ട എല്ലാ ബാങ്ക് രേഖകളും അതോടൊപ്പം തന്നെ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെയുള്ളവ പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നു. അതിനു പിന്നാലെയാണ് തുടർ അന്വേഷണം, ഈ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ആ കേസിലാണ് ഇപ്പോൾ ഈ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്ന 2 ജീവനക്കാരികൾ കീഴടങ്ങിയിരിക്കുന്നത്. ശരി, മാനസയാണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ 2 ജീവനക്കാർ ക്രൈംബ്രാഞ്ചിന് മുൻപാകെ കീഴടങ്ങി.